മോളെ, ഇത്രയ്ക്ക് ദുഷ്ട മനസ്സാണോ അമ്മയ്ക്ക്? ഇതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നോ? എന്നിട്ടാണോ എന്നോടൊരു അക്ഷരം പോലും പറയാതിരുന്നത്? മോളെ, അത് പിന്നെ എന്റെ ചേച്ചിയുടെ കുടുംബജീവിതം ഇല്ലാതാക്കിയിട്ട് ഞാൻ സുമംഗലിയാവണോ അല്ലേ? ഇതൊക്കെ അറിഞ്ഞോണ്ടാണോ അമ്മ അവിടെ 250 പവൻ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത്? പോരുന്ന പോക്കില് കിട്ടുന്നതെല്ലാം ലാഭം. എനിക്ക് പറ്റില്ലമ്മേ, ഈ കല്യാണത്തിന് ഞാനില്ല. ഞാനൊരമ്മയാ. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം, അതെന്റെ സ്വപ്നമോ. അതിനെന്ത് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്യും. ഞാനതിനെ സമ്മതിക്കില്ലെങ്കിലോ? ഇപ്പൊ തന്നെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറയാൻ പോവാ. നീ വിളിച്ചോ? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മതി. 1 വർഷമായി DKയുടെയും ജ്യോതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പൊ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. അവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ DKയ്ക്ക് വാക്ക് കൊടുത്തതും ശരിയാ. പക്ഷെ 1 കൊല്ലം മുമ്പ് അമരാവതിയിലെത്തിയ ജ്യോതിയല്ല ഇന്നത്തെ ജ്യോതി. പത്മാവതി അമ്മയ്ക്ക് അവളെ ജീവനാ. ആ വീട്ടിലെ ഓരോ കാര്യത്തിനും ഇന്ന് അവളില്ലാതെ പറ്റില്ല. ഇപ്പൊ തന്നെ DK അവളെ റെസ്റ്റോറന്റ് നോക്കാനെ ഏൽപ്പിച്ചു. അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറും. അവര് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. എന്റെ കല്യാണ ദിവസം ചേച്ചി ഏട്ടൻ അവിടുന്ന് ഇറക്കി വിട്ടാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. ആരുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെ വന്നു ചേരണമെന്ന് നമ്മളല്ല തീരുമാനിക്കും. അമ്മയൊന്നും പറയണ്ട, ഞാൻ ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. മോളെ, അമ്മയൊന്നും പറയണ്ട. അമ്മയൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കല്യാണം വേണ്ട ചേച്ചി. പ്രിയമോളെ, ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എനിക്ക് കല്യാണം കഴിക്കണ്ട. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. എനിക്ക് ജന്മത്തിൽ ഇനി ഒരു വിവാഹ ജീവിതം ഉണ്ടായില്ലെങ്കിലും സാരമില്ല. എന്റെ ചേച്ചി എന്ന് സുമംഗലിയായിട്ട് കണ്ടാ മതി. അത് മാത്രം മതി എനിക്ക്. പ്രിയമോളെ, എന്റെ ജീവിതം ഈശ്വരൻ വിധിച്ചതാ. ഇന്ന് നമ്മൾ കരുതുന്ന പോലെയൊന്നും നാളെ നടക്കണമെന്നില്ലല്ലോ. നമ്മള് വിചാരിക്കുന്ന വഴിക്ക് ജീവിതം വരില്ല. ജീവിതത്തിന്റെ വഴിക്ക് നമ്മൾ പോയേ പറ്റൂ. മോളെ, നിന്റെ ഈ വിവാഹം ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നോ. ചേച്ചി കാരണം അത് നടക്കുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളേ? വേണ്ട, എനിക്ക് ആ വിധി വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചേച്ചി. ഇനി ആര് നിർബന്ധിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഹലോ പ്രേമോളെ, എന്തിനാ അച്ഛ പ്രിയമോളോട് ഇതൊക്കെ പറഞ്ഞത്? അവൾ ആകെ സങ്കടത്തിലാ. മോളെ, അപ്പോഴത്തെ ഒരു വിഷമത്തിന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മോൾ അച്ഛനോട് ക്ഷമിക്കും. അവൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ അച്ഛ ഇത്? പാവം. എന്റെ കാര്യത്തിൽ അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ട് എനിക്ക്. പക്ഷെ അതുപോലെ അല്ല അവള്. ചുമ്മാ ബഹളം വെച്ച് നടക്കുന്നേ ഉള്ളൂ. വെറും തൊട്ടാവാടിയാ. അച്ഛൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ ഭർത്താവ് തീരുമാനിച്ച വിവാഹം ഇത്.
ഇത് നടന്നേ പറ്റൂ. നിന്റെ ജീവിതം അത് ഓർക്കുമ്പോ അച്ഛൻ സഹിക്കാനാവുന്നില്ല മോളെ. അച്ഛാ, ജീവിതം എങ്ങനെ ഏത് വഴിക്ക് പോണോന്ന് നമുക്കെങ്ങനെയാ പറയാൻ പറ്റുക? അതുകൊണ്ട് ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. പക്ഷെ ഞാനിപ്പോ DKയുടെ ഭാര്യ. ഈ വിവാഹം മുടങ്ങിയ അത് അദ്ദേഹത്തിന് നാണക്കേടാ. അച്ഛൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ ഫോൺ വെക്കാം. അല്ല, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അയ്യേ, എന്തിനാ ഈ കോലം കെട്ടുന്നത്? കോലം കെട്ടുന്നു? ആര്? ഇത്രയും ആഠ്യത്വമുള്ള എന്റെ മുഖത്ത് നോക്കി കോലം കെട്ടുന്നു എന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? പറയടി. അതെ, ഞാൻ ഒന്ന് അമരാവതി വരെ പോകാൻ പോകുക. അവിടെ നീ ചിലപ്പോ ഗോവയിലോ ഡൽഹിക്കോ പോയെന്നും വരും. നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്താണെന്നൊക്കെ നിനക്കിപ്പോ തോന്നും. പക്ഷേ എന്നെ ഒന്ന് കാണാൻ ഇനി ചിലപ്പോ നീ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരുവിടി. ആ, കാത്തിരിക്കേണ്ടി വരും. വയസ്സുകാലത്ത് ഓരോരോ ആഗ്രഹങ്ങളെ. അല്ല, നിങ്ങൾ അമരാവതിയിലോട്ട് വലിഞ്ഞേറി പോന്ന എന്തിനാ? ആ, ഞാന് ആ ശിവയുടെ കൂടെ അങ്ങ് കൂടാൻ പോവുക. ആ, അതേതായാലും നന്നായി. അതോടെ നിങ്ങളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടുമല്ലോ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടി, ശിവ ഒരു പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാനതൊക്കെ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾക്കെന്താ കാര്യം? കാര്യമുണ്ട്. ഡീ, ആഹാരവുമായി ബന്ധപ്പെട്ട രുചികൾ തേടി അവൻ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ പോവുക. അപ്പോ അവനൊരു കൈസഹായി വേണ്ടേ? പിന്നെ എന്തായാലും ഞാൻ അവന്റെ കൂടെ കൂടാൻ പോവുക. അവന്റെ കഷ്ടകാലം. അവന് ഇതിലും വലുത് ഏതാണ്ടോ വരാനിരുന്നതാ. ഞാൻ വല്ല വായി തോന്നിയതും വിളിച്ചു പറയും. എടി, പിന്നെ ഞാനെന്തോ വേണം? എപ്പോഴും ഞാൻ നിന്റെ കൂടെ അടയിരിക്കണോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ദേ, കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കുടിച്ചിട്ട് പോ. വേണ്ട, ഞങ്ങൾ ഇനി വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് നാട് മുഴുവൻ കറങ്ങാൻ പോവുക. ആർക്ക് വേണം നിന്റെ ഉണക്ക കഞ്ഞി? നടുവിന് വന്ന് നിക്കാൻ വയ്യ. എന്നിട്ടും ഇങ്ങേരുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ദേ, കറങ്ങി തിരിഞ്ഞ് എല്ലും തോലുമായിട്ട് തിരിച്ചു വരുമ്പോഴേ ഈ കഞ്ഞിയെ കാണും. അത് ഓർമ്മ വേണം. ആ, പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ നാത്തുവിനോട് പറയണം. എന്തോ കാര്യമാ? ശിവയെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം. കുട്ടിക്കാലം മുതല് അവന് ഏറ്റവും കൂടുതൽ താമസിച്ചത് ഇവിടെയല്ലേ? അവൻ ആദ്യം പഴയപടി ആവട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ കഞ്ഞി വേണ്ടേ? നിന്റെ കഞ്ഞി ചമ്മന്തി ഉണ്ടോ? എന്നാ എടുത്തോ, ചെല്ലേ. ഈ മനുഷ്യന്റെ ഒരു കാര്യം.
പോലൊക്കെ ചെയ്തേക്കണം. അത് ഞാൻ ഏറ്റു. ഓക്കെ കെവിൻ, എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ, എല്ലാം റെഡി. അപ്പൊ നോക്കാം. ഓക്കെ. അനിയനും ഏട്ടത്തിനും കൂടെ എന്തൊരു ഷോ ആണ് ചേച്ചി. അതിന് താളം തുള്ളാൻ ഡേക്ക്. രണ്ടുപേർക്കും തീരെ അസൂയയില്ല, കുശുമ്പുമില്ല. കഷ്ടം. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് കയറി വന്ന ഒരാള് ജീവിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. പക്ഷെ ചിലർക്കത് പിടിക്കില്ല. നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. നീ അല്ലെങ്കിലും അവരുടെ ആളല്ലേ. കുറച്ചു കാലം ഞാൻ നിങ്ങളുടെ ആളായിരുന്നല്ലോ. അന്ന് എന്റെ കണ്ണിൽ ഇരുട്ടായിരുന്നു. ഇപ്പൊ വെളിച്ചം വന്നു. അതുകൊണ്ട് നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി. അവള് പറഞ്ഞിട്ട് പോയി കേട്ടില്ല മായച്ചി. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക അവൾക്ക്. അത് മാറും, നീ നോക്കിക്കോ. തുടങ്ങാം സാർ. റെഡി. അത് നന്നായിരിക്കും. മേഡം മോണിറ്ററിന്റെ മുമ്പിൽ ഇരുന്ന് ആക്ഷൻ പറഞ്ഞാൽ മാത്രം മതി. അയ്യോ ഞാനോ? ആ, ഏട്ടത്ത് ചെന്നിരിക്ക് നീ വാ. പ്ലീസ്. അല്ല, നീ എന്താ പാട്ട് പാടാൻ പോണോ? പാട്ട് പാടാനൊന്നും പോവല്ല. ഇപ്പൊ നോക്കിയോ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. വെൽക്കം ടു ദ ടേസ്റ്റി മാജിക്. വ്യത്യസ്ത രുചികൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ടേസ്റ്റ്, കൾച്ചർ, മ്യൂസിക്, ഇതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. സോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു DK റെസ്റ്റോറന്റിന്റെ ഉടമയും ഇന്റർനാഷണൽ ഷെഫുമായ മിസ്റ്റർ ദേവൻ കൃഷ്ണ. ഈശ്വരാ, കുശിനിക്കാരൻ കലക്കിയല്ലോ. ഏട്ടാ, അപ്പൊ തുടങ്ങാല്ലേ? ഞാൻ റെഡി. കെവിൻ, സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ. അപ്പോ എന്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ? നാവിൻ തുമ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട കുറെ രുചികളുണ്ട്. അതിലൊന്ന് അമ്മമാർ നമുക്ക് കല്ലിൽ അരച്ചു തന്ന ചമ്മന്തിയാണ്. നാടൻ ചമ്മന്തിയും ഒരു മെക്സിക്കൻ സൂപ്പുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഒരു ചമ്മന്തി അരച്ച് തന്നെ നമുക്ക് തുടങ്ങാം. കെവിൻ, ഒന്ന് കട്ട് ചെയ്യൂ. കട്ട് കട്ട് കട്ട്. പക്ഷേ ആരെങ്കിലും ഇതൊന്ന് കല്ലിൽ അരച്ചു തരണം. ഏയ് ബേക്കറിക്കാരി, ഇവിടെ വാ. ഞാനോ? അതെ, നിന്നെ തന്നെ. വാ. ഇപ്പൊ വരാവേ. എന്താ? ഇതൊക്കെ ആ കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് അരയ്ക്ക്. ചെല്. അരക്കാനോ? അരയ്ക്കാൻ.
കുക്ക് നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളല്ലേ അരക്കേണ്ട. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നീ വേഗം അരയ്ക്ക്. അരയ്ക്ക്. അരയ്ക്കാൻ. ഇനി എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ഇതൊന്ന് നോക്കി. പണ്ട് നമ്മുടെ അമ്മ സ്കൂളിൽ പോകാൻ നേരം അരച്ചു തന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടോ നോക്കി. നന്നായിട്ടുണ്ട് ഏട്ടാ. അതേ ചമ്മന്തി, അതേ ടേസ്റ്റ്. ഏട്ടനൊന്നും മറന്നിട്ടില്ലല്ലേ? ഇല്ലായ്മയുടെ വെറുതിക്കാലം അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഹോട്ടലിൽ നിന്നാണല്ലോ. ഹലോ കെവിൻ, ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. കാർഡ്. ഒരു ഭ്രാന്തന്റെ വിവരക്കേടിന് തുള്ളാൻ നാണയില്ലേ ഇടിക്കയ്ക്ക്? റോഡിൽ നിൽക്കുന്ന ഭിക്ഷക്കാർക്ക് വരെ ഇന്ന് വെബ് ചാനലുണ്ട്. അപ്പോഴാ ഒരു കുക്കറി ഷോ. അനിയന്റെ ഏട്ടത്തിയമ്മ, ഏട്ടത്തിയമ്മയുടെ അനിയൻ. ഭ്രാന്താശുപത്രിയിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്ന സ്നേഹത്തിന്റെ നിറകുടം. അവന്റെ ഭ്രാന്ത് മാറ്റാനുള്ള അവളുടെ പുതിയ അടവായി ഏർപ്പാട്. അവന്റെ ഭ്രാന്ത് ഇവൾക്ക് പകർന്നതാണോന്നാ എന്റെ സംശയം. ഭ്രാന്ത് ഒരു പകരുന്ന അസുഖമാണോ? ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കില്ലല്ലോ. എന്തായാലും ഗുരുജിയെ കാണാൻ പോയ ശേഷം എസ്കയുടെ ഭ്രാന്തിന് ഇത്തിരി കുറവുണ്ട്. എന്താ അത് കുറയരുതെന്നാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം? എന്തിനാ മയേച്ചി ഇങ്ങനെ മാറി നിന്ന് കുശുമ്പ് പറയുന്നത്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നൂടെ? നിർത്തടി. നീ പറയുന്നത് കേട്ടാ തോന്നും ഈ വീട്ടില് സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളാന്ന്. നീ ജ്യോതിക്ക് എസ്കേക്കും വേണ്ടി സ്തുതി പാടിക്കും. ഞങ്ങളെ അതിന് കിട്ടില്ല.
സ്തുതി പാടുകയും കൊട പിടിക്കുകയും ഒന്നും വേണ്ട. പക്ഷെ ജ്യോതി നമ്മുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്താ. എന്ന് വെച്ചാ നമ്മളെക്കാൾ അധികാരം ഈ വീട്ടിലെ ജ്യോതിക്ക് തന്നെ. അത് മനസ്സിലാക്കി നിന്ന നമുക്ക് തന്നെയാ നല്ലത്. DK ജ്യോതിയെ എന്തെങ്കിലും ഉപേക്ഷിക്കുമെന്ന് വെറുതെ സ്വപ്നം കണ്ട് നടക്കണ്ട രണ്ടുപേരും. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഒരു കാലത്ത് നടക്കില്ല. അസൂയ മൂത്ത് ഭ്രാന്തായി പോത്തേ ഉള്ളു രണ്ടിനും. എന്തു പറഞ്ഞടി നിന്നെ? മായേ